സോക്കിംഗ് സിറപ്പ് ബാക്കിയുണ്ട്, അത് തീരുന്നവരെ അത് ഒഴിക്കാം. അവസാനത്തെ തുള്ളി വരെ നമ്മൾ ഒഴിച്ച് കഴിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഒന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല. പഴവും മുഴുവൻ എടുത്തിട്ടുണ്ട്. ഈ എന്താ പറയുക, സോക്കിംഗ് ക്രീമും കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമ്മളുടെ ചോക്ലേറ്റ് ക്രീമുണ്ട്, അതും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് തീർക്കും. ആദ്യത്തെ ഒരു ലെയർ ഇങ്ങനെ ചെറുതായിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി അതിൻ്റെ ഫിനിഷിങ്ങിനാണ്. അപ്പോൾ ലാസ്റ്റ് ലെയറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോക്ലേറ്റ് ക്രീം ഒഴിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഫുള്ളായി നിൽക്കുകയാണ്. അതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഏറ്റവും മുകളിൽ ഇനി നമ്മൾ പഴത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 ലെയർ ഓഫ് പഴമായി. ഇനി ഒരു അലങ്കാരം പോലെ നമ്മളുടെ ചോക്ലേറ്റ് ചിപ്സ്. അതൊരു കളർ കാണുമ്പോൾ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ, ഒരു ഡാർക്ക് കളറിലെ ചോക്ലേറ്റ് ചിപ്പ്. അപ്പോൾ ഈ ചോക്ലേറ്റ് ചിപ്പ് ഇങ്ങനെ ഇടുന്നത് ഒരു അലങ്കാരവുമായി നല്ല ഭംഗിയാണ്, സ്വാദുമാണ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഈ പുഡിങ്ങിനെ ഇനി ഇതുപോലെ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വയ്ക്കുക. ഒരു അത്യാവശ്യമാണ്, എമർജൻസി ആയിട്ട് തണുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്ത് താഴത്തെ തട്ടിൽ വയ്ക്കുക. എന്തായാലും ഒരു 4 മണിക്കൂറെങ്കിലും താഴത്തെ തട്ടിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം സെറ്റാകും, നല്ല തണുത്തിരിക്കും. വിളമ്പുന്ന സമയത്ത് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല സെറ്റായിരിക്കുമായിരിക്കും. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. കട്ട് ചെയ്ത് വിളമ്പുക. അപ്പോൾ ഏതാണ്ട് ഒരു ട്രൈഫിൾ പുഡിങ്ങൊക്കെ കൊടുക്കുന്ന പോലെയോ ആ ഒരു രീതിയാണ്. പക്ഷേ വ്യത്യാസമാണ്. സ്വാദ് എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്താ പറയുക, ശരിക്കും ഒരു വ്യത്യസ്തമായ രുചിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ്, ഇടയ്ക്കിടയ്ക്ക് പഴം, പിന്നെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആ ചോക്ലേറ്റ് ക്രീമും വളരെ വ്യത്യസ്തമായൊരു സ്വാദായിരിക്കും. ശരിക്കും ചോക്ലേറ്റും റോബസ്റ്റ പഴവും നല്ല കോമ്പിനേഷനാണ്. ആ ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു സ്വാദ് ഈ പുഡിങ്ങിന് ഉണ്ടാവും. അപ്പം നമ്മളുടെ ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നേരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു. ഇനി ആവശ്യാനുസരണം കഴിച്ചാൽ മാത്രം മതി. ബനാന ചോക്ലേറ്റ് ക്രീം പുഡിങ് കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്. പിന്നെ അലങ്കാരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പം ഞാൻ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് അലങ്കരിച്ചു എന്നേ ഉള്ളൂ. സാധാരണ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തിടാം. കോൺട്രാസ്റ്റായിട്ട് എങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം. വളരെ സ്വാദുള്ളൊരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കണം. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ബനാന ആൻഡ് ചോക്ലേറ്റ് ക്രീം പുഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.